ബൈബിളിൽ നമ്മൾ കാണുന്ന അപ്പോസ്തലന്മാർ ആരാണ്? ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതെങ്ങനെയാണ് വേദപുസ്തകത്തിൽ കടന്നുകൂടിയത്? നമ്മുടെ കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേരിട്ടു. ഇതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പദത്തിൻ്റെ ഉൽപ്പത്തി എവിടെയാണ്? അപ്പോസ്തലന്മാർ എന്ന മലയാള പദം അപ്പോസ്റ്റലോയ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും വന്നതാണ്. ഈ പദം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ യഹൂദന്മാരുടെ മതപരവും രാഷ്ട്രീയവും ആത്മീയവുമായ കാര്യങ്ങളുടെ അന്തിമ വിധി പറയാൻ അധികാരമുള്ള കോടതിയാണ് സെൻഹെദ്രീൻ. സുനഡ്രിയോൻ എന്ന വാക്കിൽ നിന്നാണ് സെൻഹെദ്രീൻ എന്ന വാക്കുണ്ടാകുന്നത്. ഇവര് കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ലോകമെമ്പാടുമുള്ള യഹൂദന് പ്രമാണമായി മാറുന്നത്. അവരുടെ അധികാരവേദി ലോകം മുഴുവനാണ്. എവിടെ യഹൂദനുണ്ടോ, എവിടെ യഹൂദ സിനഗോഗുണ്ടോ, അവിടങ്ങളിലേക്കെല്ലാം മതിയായ നിയമനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, പുതിയ നിയമ വ്യാഖ്യാന രീതികൾ ഇതെല്ലാം പുറപ്പെടുന്നത് യെരുശലേമിലെ സെൻഹെദ്രീൻ സംഘത്തിൽ നിന്നാണ്. ഇവരിത്തരം കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് സെൻഹെദ്രീമിൻ്റെ തീരുമാനങ്ങൾ എത്തിക്കാൻ ചില പ്രതിനിധികളെ ചുമതലപ്പെടുത്താറുണ്ട്. ഈ പ്രതിനിധികളുടെ പേര് ഷാലിയാഹ് എന്നാണ്. ഷാലിയാഹ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ ഒരു അന്തർദേശീയ ദൗത്യം ഏറ്റെടുത്തയാളാണ്. കേവലം യെരുശലേമിലോ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലോ മാത്രം ഷാലിയാഹിൻ്റെ ദൗത്യം തീരുന്നില്ല. അവർ ലോകമെമ്പാടും പോയി യഹൂദന്മാരുടെ സിനഗോഗുകളിൽ എത്തിക്കേണ്ട സന്ദേശം എന്താണ്, സെൻഹെദ്രീൻ സംഘം എന്താണോ അവരെ ചുമതലപ്പെടുത്തിയത് അത് പറയാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഈ ഷാലിയാഹ് എന്ന വാക്കിൻ്റെ യവന രൂപമാണ് അപ്പോസ്റ്റലോസ്. ഇംഗ്ലീഷിലെ അപ്പോസ്റ്റൽ, മലയാളത്തിലെ അപ്പോസ്തോലൻ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ചിലരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തോലൻ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഏൽപ്പിച്ച സന്ദേശം ഈ ലോകം മുഴുവൻ പോയി അറിയിക്കുവാനുള്ള ഒരു അന്തർദേശീയ നിയോഗം ലഭിച്ച, ദൗത്യം ലഭിച്ച ആളുകളെയാണ് അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് ഇവർ പുതിയ നിയമസഭയുടെ അടിസ്ഥാനമാണെന്നാണ്. എഫേസ്യർ 2:20 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അവൻ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽപ്പണിതിരിക്കുന്നു. ആ വാക്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോസ്തലന്മാർ അടിസ്ഥാനമാണ്, പ്രവാചകന്മാർ അടിസ്ഥാനമാണ്. സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച ആ കെട്ടിടത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നതാണ് അപ്പോസ്തലന്മാർ. ഒരു കെട്ടിടത്തിന് ഒരിക്കലേ അടിത്തറയിടാറുള്ളൂ. കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് വരെ അടിത്തറ തുടർന്നുകൊണ്ടിരിക്കുന്നില്ല. ഒരിക്കൽ അടിത്തറയിട്ടാൽ പണി പൂർത്തീകരിക്കുന്നത് ആ അടിത്തറയുടെ മുകളിലാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമാണെങ്കിൽ അവരാദ്യ നൂറ്റാണ്ട് കൊണ്ട് തീർന്നിരിക്കണം. ഇല്ലെങ്കിൽ ആ പദത്തിന് അർത്ഥമില്ലാതെ വരികയാണ്.
എന്തുകൊണ്ടാണ് അവരെ അടിസ്ഥാനം എന്ന് വിളിക്കുന്നത്? AD 30 മുതൽ AD 100 വരെ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും ഉപദേശിച്ചതും അഭിപ്രായം പറഞ്ഞതുമായ കാര്യങ്ങളാണ് എക്കാലത്തെയും സഭയുടെ അടിസ്ഥാന തോത് എന്ന് പറയുന്നത്. നാം ഏത് കാര്യത്തിലും തെറ്റില്ലാത്ത, ഒരിക്കലും നീക്കം ചെയ്യാൻ പാടില്ലാത്ത, മാറ്റം വരാത്ത കാര്യമായി പരിഗണിക്കുന്നത് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളാണ്. മാത്രമല്ല, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിച്ചവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോൾ എന്താണ് ആദ്യകാല ആളുകൾ കേട്ടുകൊണ്ടിരുന്നത്? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ്. എന്തായിരുന്നു സഭയുടെ അളവുകോൽ? അപ്പോസ്തോലികമായ ഉപദേശങ്ങളാണ്. അവര് AD 100 ശേഷം ഉണ്ടാകാനുള്ള സാധ്യത ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ തീർത്തുമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇന്ന് അപ്പോസ്തലന്മാരെന്നൊരു വിഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇല്ല. ഇന്ന് അപ്പോസ്തലന്മാർ എന്ന വിഭാഗത്തിൻ്റെ ആവശ്യവുമില്ല. കാരണം ഇന്നുള്ളവരാരും അന്തർദേശീയ ദൗത്യമേറ്റവരല്ല. ഇന്ത്യക്ക് വെളിയിൽ പോകാത്ത ഒരാൾ അപ്പോസ്തലൻ എന്ന വിശേഷണം സ്വന്തം പേരിൻ്റെ മുമ്പിൽ ചേർക്കുന്നത് ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ്. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ക്രിസ്തു സന്ദേശവുമായി പോവുകയും അവിടങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിക്കുകയും അവിടേക്കെല്ലാം യേശു ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത് ചെന്ന് ക്രിസ്തുവിൻ്റെ അധികാരത്തോടുകൂടെ ആ നിയോഗമനുസരിച്ച് പുതിയ നിയമസഭയുടെ അടിത്തറയിടുകയും ചെയ്ത ആദ്യകാല അപ്പോസ്തലന്മാരെ പോലെ സമാനമായൊരു ദൗത്യം പിന്നീട് ആവശ്യവുമില്ല. എല്ലായിടത്തും സുവിശേഷം ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. പിന്നീട് ആവശ്യം വരുന്ന മിഷണറിമാരെയാണ്. അപ്പം അപ്പോസ്തലന്മാർ എന്ന പേര് ഒരു അന്തർദേശീയ ദൗത്യം ഏറ്റെടുത്തവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ആളുകൾ ആ അപ്പോസ്തോലിക ശുശ്രൂഷയല്ല ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഇന്ത്യയിലേക്ക് ആദ്യം വന്നതാര്? ഏത് അപ്പോസ്തലൻ? ഇന്നും തർക്കമുള്ള കാര്യമാണ്. ബർത്തലോമായിയാണോ സെയിൻറ്റ് തോമസ് ആണോ എന്നതൊരു തർക്ക വിഷയമാണ്. എങ്കിലും ആദ്യമായി വന്ന അപ്പോസ്തലൻ ആ ദൗത്യം ചെയ്തു കഴിഞ്ഞു. പിന്നീട് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾ അപ്പോസ്തോലിക ദൗത്യമല്ല ചെയ്യുന്നത്. അപ്പോസ്തലൻ തുറന്നിട്ട വാതിലിലൂടെ ഈ രാജ്യത്തിലേക്ക് പിന്നാലെ വരുന്ന ആളുകൾ അപ്പോസ്തലൻ തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി ചെയ്യാനാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ആ പേര് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഏതാണ്ട് നിലയ്ക്കുകയും പിന്നീട് ഇങ്ങോട്ട് മിഷണറിമാരോ സുവിശേഷകന്മാരോ മാത്രമാണ് ഉള്ളത് എന്ന പുത്തൻ വാദഗതിക്ക് ബൈബിളിൽ നമുക്ക് തെളിവ് കണ്ടെത്താനാകും. അതുകൊണ്ട് അപ്പോസ്തലന്മാർ എന്ന വിഭാഗം ഇന്നില്ല എന്ന് ചിന്തിക്കാനാണ് വേദപുസ്തക വെളിച്ചത്തിൽ നമുക്ക് കഴിയുക. ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളെ നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ സ്വന്തം നാട് വിട്ട് വെളിയിൽ പോകാത്തവരും സ്വന്തം രാജ്യത്തിനപ്പുറം കാണാത്തവരും, ഇനി അഥവാ സ്വന്തം നാടിന് വെളിയിൽ പോയാൽ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ആളുകൾ ക്ഷണിച്ചത് കൊണ്ടുപോയവരുമാണ്, ക്ഷണിക്കാതെ പോയവരല്ല. ക്രിസ്തു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ അവിടെ പോയി ഈ സന്ദേശം അറിയിക്കും എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയവരല്ല. അവിടെയുള്ള ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുന്ന് പോകുന്ന ആളുകൾ ആരും അങ്ങനെയാണെന്ന് പറയാനാവില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തോലിക ദൗത്യം 1-ാം നൂറ്റാണ്ടോടെ നിലച്ചു എന്ന വാദഗതിയോട് ചേർന്ന് നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതാണ്
വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥ മാതൃക എന്ന് പറയുന്നത്.